ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൺഡ്രാസ് ലിറ്റിൽ വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു 3 പീസ് ചുരിദാർ സെറ്റിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ ഇതാണ് ടോപ്പിൻ്റെ മെറ്റീരിയൽ. അതിനകത്തിൽ സ്കാലപ്പ് ഡിസൈനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സെയിം ലൈനിങ് കിട്ടിയില്ല, അത്യാവശ്യം മാച്ചായി പോകുന്നൊരു ലൈനിങ് ആണ്. അപ്പോൾ പാൻറ്റാണിത്, ദുപ്പട്ടയും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ പാൻറ്റിൻ്റെ കട്ടിങ് നോക്കാം. അപ്പോൾ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ആ രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കട്ട് ചെയ്യുവാണേ. ടോപ്പിൻ്റെ ലൈനിങ് ആണ് ആദ്യം കട്ട് ചെയ്യുന്നത്. അപ്പോൾ 32 ചെസ്റ്റ് അളവിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടോപ്പ് അടിക്കുന്നത്. ലൈനിങ് കട്ട് ചെയ്തെടുത്തത് മെയിൻ ക്ലോത്ത് വെച്ചിട്ട് ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. സ്ലീവ്ലെസ് ആയിട്ടാണ് ടോപ്പ് തയ്ക്കുന്നത്. ആദ്യം ഞാൻ പാൻറ്റ് തയ്ച്ച് തുടങ്ങി. അപ്പോൾ പെൻസിൽ കട്ട് പാൻറ്റാണ് തയ്ക്കുന്നത്. ഇനി രണ്ടും കൂടെ ജോയിൻ ചെയ്തെടുക്കുകയാണ്. ഇലാസ്റ്റിക്കാണ് പാൻറ്റിന് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ പാൻറ്റ് തയ്ക്കാനാണ് കേട്ടോ ഏറ്റവും എളുപ്പം. ഇനി ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാം. അപ്പോൾ 30 ആണ് ഹിപ്പ് സൈസ്. അപ്പോൾ ഞാൻ 28 ആണ് എടുക്കുന്നത്, 2 ഇഞ്ച് കുറച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോഴാണ് പെർഫെക്റ്റായിട്ട് കിട്ടുക. എക്സ്ട്രാ സ്മോൾ സൈസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പാൻറ്റ് മൊത്തത്തിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടോപ്പ് എടുക്കാം. അപ്പോൾ കഴുത്തടിക്കാൻ വേണ്ടി ക്യാൻവാസിൽ നമ്മളൊന്ന് ജസ്റ്റ് തുണി വെച്ച് അടിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് നെക്കടിക്കാം. ആദ്യം ലൈനിങ് നല്ല തുണിയുടെ നല്ല ഭാഗമാണ് മുകളിലിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ക്യാൻവാസ് വെച്ച് കൊടുത്തേക്കുന്നത്. സ്ക്വയർ നെക്കാണ് ഫ്രണ്ട് കൊടുത്തേക്കുന്നത്. ഇനി അതിനെ ഒന്ന് പതിച്ചടിച്ചിട്ട് അകത്തേക്ക് കഴുത്ത് മടക്കി അടിച്ചെടുത്താൽ മതി. ഇതാ, ഇനി നമ്മുടെ ആ ക്യാൻവാസ് പേപ്പറും ലൈനിങ്ങും കൂടെ ഒന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. ലൈനിങ്ങിൻ്റെ അടിഭാഗം മടക്കി അടിച്ചിട്ട് മെയിൻ ക്ലോത്തും ലൈനിങ്ങും കൂടെ ജോയിൻ ചെയ്തെടുക്കുവാണേ. ഇനി ചെയ്യേണ്ടത് ബാക്ക് നെക്കും കംപ്ലീറ്റ് ചെയ്തിട്ട് ഷോൾഡർ അടിച്ചെടുത്ത് ഷേപ്പ് മാർക്ക് ചെയ്തിട്ട് അത് അടിച്ചു കൊടുക്കുവാണേ. ഫ്രണ്ട് ആം ഹോൾ ഒന്ന് എടുത്ത് കട്ട് ചെയ്യണേ. സ്ലീവ്ലെസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഷോൾഡർ കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ ഒന്നുകൂടെ ഞാൻ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുവാണേ. ഫ്രണ്ട് ആം ഹോൾ ഇറക്കി വെട്ടി. ഇനി ഞാൻ ക്യാൻവാസ് കട്ട് ചെയ്ത് ക്രോസ് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കൈക്കുഴി അടിച്ചെടുക്കാനായിട്ട്. സ്ലീവ്ലെസ് ആയതുകൊണ്ട് തന്നെ ഞാൻ ക്രോസ് പീസ് വെച്ചിട്ടാണ് അത് കംപ്ലീറ്റ് ചെയ്തെടുത്തത്. ഇനി നമുക്ക് തയ്യൽ തുമ്പൊക്കെ
എക്സ്ട്രാ ഉള്ളത് ഞാൻ എപ്പോഴും സ്റ്റിച്ച് ചെയ്യുമ്പോൾ തയ്യൽ തുമ്പോട്ട് 2.5 ഇഞ്ചെങ്കിലും വിട്ടിട്ടാണ് തുണി കട്ട് ചെയ്തെടുക്കാറ്. കാരണം എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ ഒന്ന് മാനേജ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് സ്ലിറ്റൂടെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തേക്കുക. സ്ലിറ്റ് ഫ്രണ്ടിൽ സ്കാലപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഇച്ചിരി പാടായിരുന്നു ബാക്ക് കൂടെ കറക്റ്റാക്കി തയ്ച്ചെടുക്കാൻ. അപ്പോൾ ഇതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ വർക്ക് കംപ്ലീറ്റ് ആയി. ബാക്കിൽ വള്ളി വെക്കാൻ കസ്റ്റമർ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് ബാക്കിലൊരു വള്ളിയും കൂടെ വെച്ച് കൊടുത്താൽ ഫുൾ കംപ്ലീറ്റ് ആയി. അപ്പോൾ സ്ലീവ്ലെസ് ആയതുകൊണ്ട് ഷോൾഡർ ഇറങ്ങുമോ എന്നുള്ള പേടി കൊണ്ടാണ് ബാക്കിൽ വള്ളി വെച്ച് കൊടുക്കാൻ പറഞ്ഞത്. നമ്മളെപ്പോഴും വള്ളി വെക്കുമ്പോൾ ചില കസ്റ്റമേഴ്സ് വള്ളി വെക്കുന്ന ഇഷ്ടമാണ്, ചില കസ്റ്റമേഴ്സിന് വള്ളി വെക്കുന്ന ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ പുറത്തുകൂടാണ് എപ്പോഴും വള്ളി വെച്ച് കൊടുക്കാറ്. അപ്പോൾ വേണമെങ്കിൽ അഴിച്ച് കളയാമല്ലോ. അപ്പോൾ അതാ ഫുൾ വർക്ക് കഴിഞ്ഞ് ഫൈനൽ ലുക്കാണ് ഇത് നമ്മുടെ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ.